ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1 കിലോ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 6 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 2 വലിയ സവാള, 1 തക്കാളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 4 ചുമന്ന മുളക്, ആവശ്യത്തിന് കറിവേപ്പില, ചെറിയുള്ളി 10 എണ്ണം, 1/2 ടീസ്പൂൺ കടുക്, കുരുമുളക്, ബേ ലീവ്സ്, കറുകപ്പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു, 1 തേങ്ങയുടെ പാല്, 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടത്. ഇനി ചിക്കൻ കറി തയ്യാറാക്കാം. ചിക്കൻ ഒരു പാനിലേക്കിട്ട് മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക്, ഇഞ്ചിയും പച്ചമുളകും, 1 തക്കാളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ഗ്ലാസ് തേങ്ങാപ്പാല്. ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റും കൂടി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി 1-ാം പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കറി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തൊഴിച്ചു കൊടുക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക്, ചെറിയുള്ളി, കറിവേപ്പില, ചുമന്ന മുളക്, എടുത്തു വച്ചിരിക്കുന്ന മസാലകളോടും കൂടി ഇട്ട് കൊടുക്കാം. കടുക് വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം.
എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ബെൽ ഐക്കണോട് ഒന്ന് പ്രസ് ചെയ്യണം. ഇനിയൊരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.